ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 54-ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ, കീമിൻ്റെ എക്സാം ഡേറ്റുകളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളെല്ലാം കീമിന് വേണ്ടി സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒത്തിരി സംശയങ്ങൾ വരും. സാർ, ശരിക്കും കീം എഴുതണോ? ആദ്യത്തെ സംശയം അതാണ്. കീം എഴുതി ഒരു റാങ്ക് കിട്ടിയിട്ട് ഒരു ബിടെക് ചൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കീം വഴി ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്? സാർ, നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ കീം എക്സ്ക്ലൂസീവായിട്ട് ഡിസ്കസ് ചെയ്താലോ? സാർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കീം എഴുതിയാൽ എത്ര മാത്രം സീറ്റുകളിലേക്ക് അഡ്മിഷൻ കിട്ടും? നമ്മൾ കീമിൽ ഏകദേശം ഒരു 50,000 അടുത്ത് ഒരു 48,000 സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ഉണ്ട്. അത്രയും സീറ്റുകളുണ്ട്. നമുക്കതിനകത്ത് രസകരമായ കാര്യം, കീമിൽ എല്ലാ സീറ്റുകളും ഫില്ല് ചെയ്യാറില്ല. ഓക്കെ. കാരണം നമുക്ക് എലിജിബിൾ ആകുന്ന കുട്ടികൾ ഏകദേശം 50,000 കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ. 50,000 ചേർന്നുള്ള ഒരു നമ്പർ കുട്ടികളാണ് സാധാരണ ഇത് ക്വാളിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും സീറ്റുകളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ വർഷം ഏകദേശം അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, ഞാൻ കീം എന്ന് പറയുമ്പം ആദ്യം ചോദിച്ച ചോദ്യത്തോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കീമിന് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ VIT ക്വാളിഫൈഡ് ആയവരായിരിക്കും. SRM ഉണ്ട്, മണിപ്പാലുണ്ട്, അമൃതയുണ്ട്. ഇതെല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എക്സ്പെൻസീവായ കോഴ്സുകളും ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കീം പഠിക്കാനൊരു അവസരം കിട്ടുമ്പം അത് വേണ്ട എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ സെൽഫ് ഫിനാൻസിങ് തിരഞ്ഞെടുക്കുന്നത് ഒരു ശരിയായ കാര്യമാണോ? ഒരു വാല്യൂ ഫോർ മണിയുടെ ആംഗിളിൽ ചിന്തിക്കുമ്പം കീമിനെ സാറിന് എങ്ങനെ വിലയിരുത്താൻ പറ്റും? കീം നമ്മൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് തന്നെ കീം എക്സാമിനെ കാണണം. ഓക്കെ. കീമിലൂടെയുള്ള അഡ്മിഷനെ നമ്മൾ കാണണം. കാരണം സാറിപ്പോൾ പറഞ്ഞ പോലെ പണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ പ്ലേസ്മെൻറ്റുകളൊക്കെ പല കോളേജുകളും ഒരുപാട് പ്ലേസ്മെൻറ്റുകൾ കിട്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും മിക്കവാറും ഒരു വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും കുട്ടികൾ ബോർഡാകുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അവരുടെ പാക്കേജ് വളരെ കുറഞ്ഞ പാക്കേജിലാണ് ഇപ്പോൾ മജോറിറ്റി സ്റ്റുഡൻസും പ്ലേസ്ഡ് ആണ്. സോഫ്റ്റ്വെയർ സെക്ടറിൽ ഇപ്പം അങ്ങനെയാണ് കണ്ടുവരുന്നത്. കാരണം നമുക്ക് ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കമ്പനികളുടെ ഡിമാൻഡ് അതനുസരിച്ച് കൂടുകയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സ്കിൽ സെറ്റ്സ് അവർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ കീമിനെ ശ്രദ്ധിക്കണം. എന്ന് പറയുമ്പോൾ നമുക്കവിടെ അറിയാം, കീമിൽ ഇത് ഫീസ് സ്ട്രക്ചർ വളരെ വളരെ അട്രാക്റ്റിങ് ആണ്. അത്രയും കുറഞ്ഞ ഒരു പൈസയ്ക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ പഠിക്കാൻ നമുക്കൊരു 9,000 രൂപയാണ് നമുക്ക് വരുന്നത് ഒരു സെമസ്റ്ററിലെ കാര്യം. അതെ, 9,000 രൂപയാണ് വരുന്നത്. അതേസമയം അത് ലക്ഷങ്ങളിലേക്കാണ് സാറി പറഞ്ഞ VIT കോളേജുകളിലേക്ക് വരുമ്പം അത് ലക്ഷങ്ങളിലേക്ക് വരും. ഫീസ് മാത്രമല്ല, ഫീസ് അത് വർദ്ധിക്കുന്നതനുസരിച്ച് മറ്റ് നമുക്കറിയാം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കെല്ലാം അവർ നല്ല രീതിയിൽ പണം ഈടാക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് കാര്യങ്ങൾക്കെല്ലാം അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റുകൾ വരുന്നു. അപ്പോൾ അത് വലിയ ഒരു ബേഡൻ ഒരു സാധാരണ കുടുംബത്തിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കീം വളരെ സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കണം. നമുക്ക് നല്ല കുറച്ചധികം കോളേജുകളും നല്ല അധ്യാപകരും ഒക്കെ നമുക്കുണ്ട്. മലയാളി ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ഒട്ടും പിറകിലല്ല. പക്ഷെ നമ്മൾ സമയാസമയങ്ങളിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 2019 ഒരു സിലബസാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത്. ഇത് 5ാമത്തെ വർഷമാണ്. പക്ഷേ ഈ വർഷം സിലബസ് അപ്ഡേഷൻ ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് കീമിനെ കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടികൾ ഒരുപക്ഷെ താല്പര്യം കാണിച്ചില്ലെങ്കിൽ അതിലും ഒരു പടി കൂടി കടന്ന ഒരു താല്പര്യം ഈ 2024 കുട്ടികൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് കീമിനോട് ഉണ്ടാകണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സാർ, ഞാൻ പല വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പം അവർക്ക് കീമിനെക്കുറിച്ചും കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളെക്കുറിച്ച് പറയുമ്പം അത്ര താല്പര്യമില്ല. അതൊരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് പലരും ചൂസ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യമേ സാറിൻ്റെ അടുത്ത് ഇതിനോടനുബന്ധിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഒരു കീം വഴി, അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിലാണ് ബിടെക് പഠിക്കുന്നതെങ്കിലും വളരെ വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ തന്നെ പഠിച്ചിറങ്ങുന്നു. ഇതോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഏതൊക്കെ രീതിയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് മറ്റൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റേഞ്ചിലേക്ക് നമുക്ക് സ്വയം ഒന്ന് മാറാനായിട്ട് പറ്റും? നമ്മൾ കീം വഴിയാണെങ്കിലും കോളേജുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ. കാരണം കോഴ്സുകളെക്കാളൊക്കെ പ്രധാനമാണ്. കോഴ്സും പ്രധാനപ്പെട്ടതാണ്, അല്ലെന്നല്ല, പക്ഷെ കോളേജ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു അനലിറ്റിക്കൽ മൈൻഡോടുകൂടി വേണം ഒരു കുട്ടി കീമിലെ ഓപ്ഷൻസ്
സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഒരു കോളേജിനെ സംബന്ധിച്ച് അവിടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഏതെങ്കിലുമൊക്കെ കമ്പനികളുടെ ഉണ്ടോ, അഡ്വാൻസ്ഡ് ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ടോ, ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ടോ, അതുപോലെ റാങ്കിങ് NIRFൻ്റെ റാങ്കിങ്, നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഏതാണ് A++യിലും ഉണ്ടോ, അതുപോലെ തന്നെ NBA പഠിക്കുന്ന കോഴ്സിന് NBA അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ, അതുപോലെ അവിടുത്തെ പ്ലേസ്മെൻറ്റ് സിനാരിയോ എങ്ങനെയാണ്, അത് നല്ല രീതിയിലാണ് പോകുന്നത്, ഏത് തരത്തിലുള്ള കമ്പനികൾ, കോർ പ്ലേസ്മെൻറ്റുകൾ എത്രയുണ്ട്, പ്ലേസ്മെൻറ്റുകളുടെ എണ്ണത്തിലും അപ്പുറം കോർ പ്ലേസ്മെൻറ്റുകൾ എത്രയുണ്ട്, അതുപോലെ അവരുടെ വെബ്സൈറ്റിലെ പ്ലേസ്മെൻറ്റ്സ് അപ്ഡേഷൻ ഉണ്ട്. 2024 പ്ലേസ്മെൻറ്റും ആയതാണ്. ഓക്കെ. അപ്പോൾ ഒരു നല്ല കോളേജാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കോളേജാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സൈറ്റിൽ 24 വരെ ഉണ്ടാവും, ഡീറ്റെയിൽസ് കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ബ്രാഞ്ചിൻ്റെ കാര്യത്തിലും, കോളേജ് മാത്രമല്ല, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കോളേജിൻ്റെ കാര്യത്തിൽ ഒരു അനാലിസിന് എടുക്കാം. ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം കാർഡടച്ച കുട്ടികൾ പോയി കമ്പ്യൂട്ടർ സയൻസും അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ AI, റോബോട്ടിക്സ്, അതും പല കോളേജുകളിലും ബിടെക് കമ്പ്യൂട്ടർ സയൻസിന് തികയുന്നില്ലാത്തടത്താണ് ഈ ന്യൂജൻ കോളേജുകൾ, ന്യൂജൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് വേറൊരു വസ്തുത. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബ്രാഞ്ചുകളെ, ഒരു കോളേജിൽ 1000 സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 700 സീറ്റും ഒരു പക്ഷേ CS അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് ഉള്ള ബ്രാഞ്ചുകൾ കൊണ്ടായിരിക്കും കുട്ടികളെ നിറയാൻ പോകുന്നത്. അപ്പോൾ ഒരു 3-4 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ 4 വർഷം കഴിയുമ്പോഴാണല്ലോ പഠിച്ചിറങ്ങുന്നത്. ആ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിൽ എത്ര ആളുകൾ ഈ ബ്രാഞ്ച് പഠിച്ചിറങ്ങുന്നവരുണ്ടാവും? ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. എത്ര ആളുകൾ ഈ ബ്രാഞ്ച് പഠിച്ചിറങ്ങുന്നുണ്ടാവും? ആ ഇറങ്ങുന്ന സമയത്ത്, അതായത് 2028 എത്ര പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഈ ബ്രാഞ്ച് പഠിച്ച, റോബോട്ടിക്സ് പോലുള്ള ഏതൊരു പർട്ടിക്കുലർ ബ്രാഞ്ച് ആണെങ്കിൽ ആ ബ്രാഞ്ച് പഠിച്ച എത്ര പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം. സാലറി അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എഞ്ചിനീയറിൻ്റെ സാലറി നമ്മൾ വളരെ അറിയാം, സാലറിയിൽ വലിയ വേരിയേഷൻസ് ഉണ്ട്. വളരെ കുറഞ്ഞ സാലറി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം എന്തുമാത്രം സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്ലേസറാകാൻ സാധ്യതയുള്ള കമ്പനികൾ ഏതൊക്കെയാണ്, അവരാവശ്യപ്പെടുന്ന സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്. കാരണം അത് നമ്മൾ അച്ചീവ് ചെയ്യണം. ഈ ഒരു 4 വർഷം കൊണ്ട് നമ്മളത് അച്ചീവ് ചെയ്തെങ്കിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ ജോബ് റോള് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, എത്ര വർഷത്തേന്, പക്ഷേ 3 വർഷം 5 വർഷമൊക്കെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര നാളത്തേനൊക്കെ നമുക്ക് അതിനകത്ത് നിലനിൽക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളൊരു ബ്രാഞ്ചിലേക്ക് വരുമ്പം അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ കോളേജും ബ്രാഞ്ചും എടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു അനാലിസിസ് വഴി നമ്മൾ ചേരുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരു നല്ല ഈ ഒരു കോഴ്സ് തീർന്നു കഴിയുമ്പം ഒരു പ്ലേസ്മെൻറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതായത് കേരളത്തിലെ ടോപ്പ് കോളേജസിൽ ഒരു 20-25 കോളേജിൽ വരെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ബാക്ക് പേപ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, സപ്ലി ഒന്നും ഇല്ലെങ്കിൽ, ഒരു 7.5 അല്ലെങ്കിൽ 8 CGPA ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്ലേസ്മെൻറ്റ്, അത് മിക്കവാറും സോഫ്റ്റ്വെയർ ഫീൽഡിലായിരിക്കും, ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ പൊതുവെ കിട്ടാറുണ്ട് കുട്ടികൾക്ക്. സാർ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആവറേജ് വിദ്യാർത്ഥി നമ്മൾ ഈ പറഞ്ഞ കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ്, ലാംഗ്വേജ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഫീൽഡിലായിരിക്കാം. എങ്ങനെ അയാളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ? നമ്മൾ സ്കിൽസിൻ്റെ കാര്യം പറയുമ്പം നമുക്കറിയാം, ഏത് ബ്രാഞ്ച് പഠിച്ചാലും, അത് ഈവൻ കെമിക്കലാണെങ്കിലും ബയോമെഡിക്കലാണെങ്കിലും അല്ലെങ്കിൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണെങ്കിലും സമസ്ത മേഖലയിലും AI ആവശ്യമാണ്. അപ്പോൾ AI എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ AI-യെക്കുറിച്ച് പറയുകയും, ഈ 1-2 വർഷമാണ് നമ്മളിതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. ഈ വർഷം വളരെ കാര്യമായിട്ട് AI-യെക്കുറിച്ച് പറയുന്ന കുട്ടികളൊക്കെ പറയുമ്പോൾ അവർ കമ്പ്യൂട്ടർ സയൻസ് കോർ ബ്രാഞ്ചിലും ഇല്ല, AI-യിലേക്കാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, AI-യുടെ കാലം കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലം ജനറേറ്റീവ് AI ആണ്. നമുക്കറിയാം, കാരണം ChatGPT ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ജനറേറ്റീവ് AI ആണ്. ChatGPTയും ബാർഡും അല്ലെങ്കിൽ ജെമിനൈയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് കഴിഞ്ഞു. AI കഴിഞ്ഞു, ഇപ്പോൾ ജനറേറ്റീവ് AI ആണ്. ജനറേറ്റീവ് AI-യുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സിന് ചേരുന്നത് AI-യുടെ കോഴ്സിനാണ് ചേരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ AI ആണ് പഠിക്കുന്നതെങ്കിൽ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും ജനറേറ്റീവ് AI-യിലേക്കായി. ഇനി ഇതിൻ്റെ അടുത്ത തലത്തിലേക്ക് വരികയാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഒരു കുട്ടി
സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് വരുമ്പം അവന് ഒരു പക്ഷേ ഈ പറയുന്ന ജനറേറ്റീവ് AI കൊണ്ടും അവൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് ആവില്ല. അല്ലെങ്കിൽ അവൻ ഇറങ്ങി വരുമ്പോൾ ആവശ്യപ്പെടുന്ന കമ്പനികൾ ആവശ്യപ്പെടുന്ന ആ ഒരു റിക്വയർമെൻറ്റ് അവന് കീപ്പ് ചെയ്യാൻ സാധിച്ചെന്നിരിക്കില്ല. അപ്പം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിലേക്ക് പോകേണ്ടി വരും. പിന്നെ അടുത്ത ഒരു തലമുറ ആയിട്ടുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ രീതിയിലൊരു അപ്ഡേഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് പറ്റും. നമ്മൾ ഒരുപാട് പുറകിലാണ്. നമ്മൾ പറഞ്ഞില്ല AI കുറിച്ചാണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളിങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ചാറ്റ് GPT 4.0 വന്നു കഴിഞ്ഞു. വളരെ വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേറ്റീവ് AI ആണ്. അപ്പോൾ അത് കുട്ടികൾ യൂസ് ചെയ്യണം. അപ്പോൾ പെയ്ഡ് വേർഷനാണ് എങ്കിലും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അത് അതൊക്കെ യൂസ് ചെയ്ത് പഠിച്ച് നമ്മൾ അതുപോലെ ഇപ്പോൾ ഡാറ്റാ സയൻസിലാണെങ്കിൽ ഇപ്പോൾ ചാറ്റ് GPTയുടെ നമ്മൾ കോപ്പൈലറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോപ്പൈലറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പം ഇതെങ്ങനെയാണ് ഇപ്പം നമ്മളത് ഏത് രീതിയിലാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് ചാറ്റ് GPTയോട് തന്നെ ചോദിക്കാം. നമ്മുടെ പ്ലഗിൻസ് പലതും ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോപ്പൈലറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലഗിൻസ് എങ്ങനെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, ഹൗ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് എന്ന് നമുക്ക് ചോദിച്ച് അത് മനസ്സിലാക്കി അങ്ങനെ പഠിച്ചു പോകാന്നുള്ളത്. ഇത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏത് മേഖലയിലും. ഇപ്പോൾ ഡാറ്റാ സയൻസിലേക്ക് വന്ന് അതിപ്പോൾ നമ്മൾ ഇനി ബ്രാഞ്ച് മാറി നമ്മൾ ഓരോ ബ്രാഞ്ചിലേക്ക് വന്നാലും അങ്ങനെ തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള സ്കില്ലുകൾക്കായിരിക്കും ഒരു പക്ഷേ ഇനിയുള്ള കാലത്ത് ഒരു പരിധി വരെ വില കിട്ടുന്നത്. അത് ശരിയായൊരു നടപടിയാണോ, അല്ലെ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? വളരെ ശരിയാണ്. സർട്ടിഫിക്കറ്റ് ആരും ചോദിക്കുന്നില്ലല്ലോ. പാസ്ഡ് ആണോ എന്നുള്ളത് പോലും ചോദിക്കുന്നില്ല. എന്തിനാ പാസ്സാകുന്നേ? പാസ്സാകേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അത് കമ്പനിയുടെ റിക്വയർമെന്റ്സിനോട് ചേർന്നാണെങ്കിൽ കമ്പനി തീർച്ചയായിട്ടും നമ്മളെ ഹയർ ചെയ്യും. കാരണം കമ്പനികൾ ആവശ്യപ്പെടുന്ന നമുക്കറിയാമല്ലോ ജോബുകളുണ്ട്. പക്ഷെ ആ ജോബുകൾക്കുള്ള ആളുകളില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ അതിനുള്ള സ്കിൽസുള്ള ആളുകളെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്കിൽസ് അവർക്ക് ഏതെങ്കിലും അത് ചെയ്ത് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോഴോ മതി. ഇനി ഒരു പ്രോജക്റ്റ് ചെയ്ത സമയത്തോ ഇൻറ്റേൺഷിപ്പുകളൊക്കെ ഇനി പ്രാധാന്യം കൂടി വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പൺ സോഴ്സ് പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. ഗിറ്റ്ഹബിലൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതുപോലെ ഹാക്കത്തോൺസിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. കോളേജിൽ നിന്ന് പോകണമെന്നൊന്നുമില്ല. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് കോളേജിൽ പോകണമെന്നൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇനി തീർച്ചയായിട്ടും നമ്മൾ എടുക്കും. ഒരിക്കലും നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ പേരിലല്ല നമുക്ക് ജോലി കിട്ടാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ചെയ്ത പ്രോജക്റ്റിൻ്റെ ബേസിലോ ഉള്ള സീരിയസ് ആയിട്ട് ചെയ്ത പ്രോജക്റ്റാണല്ലോ. നമ്മുടെ ഈ ഒരു രീതി ഇപ്പോഴും നമ്മൾ യൂണിറ്റ് ടെസ്റ്റും അസൈൻമെൻറ്റുമായിട്ടാണ് നമ്മൾ പ്രാക്ടിക്കലിൽ മുങ്ങി നിൽക്കുന്ന സിസ്റ്റം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് മാറ്റം വരുമെന്ന് സാർ. അപ്പം കീം എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവർ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെയാണ് ടോപ്പ് കോളേജസ്? അത് ജസ്റ്റ് ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ സാറിനൊരു ആദ്യത്തെ ഒരു 10 കോളേജുകളെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കോളേജുകളെ നമ്മൾ പറയുമ്പോൾ അത് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഫീസ് സ്ട്രക്ചറാണ്. നമ്മളത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഫീസ് സ്ട്രക്ചറുകളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കോളേജുകൾ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ആണ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കോളേജ് നമുക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം നമ്മുടെ CET തന്നെയാണ്. CETയിലെ കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ സയൻസ് ECEയും EEEയും മെക്കാനിക്കലും സിവിലും ഇൻഡസ്ട്രിയലും ഉൾപ്പെടെ ഉള്ള മിക്കവാറും എല്ലാ ബ്രാഞ്ചസും തന്നെ ഉണ്ട്. രണ്ടാമത്തെ കോളേജും അതും ഗവൺമെൻറ് കോളേജ് തന്നെയാണ്, GEC തൃശ്ശൂർ. EC തൃശ്ശൂരും ഞാൻ ഈ പറഞ്ഞ ബ്രാഞ്ചുകൾ കൂടാതെ കെമിക്കൽ എഞ്ചിനീയറിങ്ങും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ബ്രാഞ്ചുകൾ വരുന്ന GEC തൃശ്ശൂർ നല്ലൊരു കോളേജാണ്. പഴയ ഒരു ഗവൺമെൻറ് കോളേജ് തന്നെയാണ്. രണ്ടാമത്തെ ആയിട്ട് നമുക്കത് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ NIRFിലേക്ക് പോയാലും നമ്മൾ ഹിസ്റ്ററി റെപ്യൂട്ടേഷനൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേരളത്തിലെ കോളേജുകൾ വരുന്നത്. ആദ്യത്തെ കുറേ കോളേജസ്. മൂന്നാമത്തെ ഒരു പൊസിഷൻ നമുക്ക് കൊടുക്കാവുന്ന ഒരു എയ്ഡഡ് കോളേജാണ്. അത് ഓട്ടോണമസ് പദവിയൊക്കെ ഉള്ള TKM കൊല്ലം TKM കോളേജിന് നമുക്ക് കൊടുക്കാം. നാലാമത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. ഏരിയ ഒക്കെ കുറവാണ് എങ്കിലും പൊതുവേ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരുടെ അലുമിനീസിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നല്ല കോളേജായിട്ട് തന്നെയാണ്. കാരണം കുട്ടികളെന്താണെങ്കിലും ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 4 വർഷം കഴിയുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്ലേസ്മെൻറ്റാണ് ആഗ്രഹിക്കുന്നത്. അത് പ്രൊവൈഡ് ചെയ്യാൻ അവരെ കൊണ്ടൊരു പരിധി വരെ സാധിക്കുന്നു.
അതുകൊണ്ട് അത് 4ാമത് പറയാം. 5ാമത് ബാട്ടൺ ഹിൽ തിരുവനന്തപുരത്തുള്ള, അതും ഗവൺമെൻറ് കോളേജ് തന്നെയാണ്, ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ്. 6ാമതായിക്ക് നമുക്ക് വരുമ്പം നമ്മുടെ കോതമംഗലത്തുള്ള MIC മാർ അത്തനേഷ്യസ് പറയാം. പിന്നെ അതും എയ്ഡഡ് കോളേജ് തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ NSS പാലക്കാട്, പിന്നെ ഗവൺമെൻറ് കണ്ണൂരോ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ പിന്നെ SCT പാപ്പനംകോട്, KSRTCയുടെ കോളേജ്, ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ അതിനകത്ത് കുറച്ച് നല്ല ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് പ്രൈവറ്റ് കോളേജസ് ഒന്നും മോശമല്ല, ഓട്ടോണമസ് പദവിയുള്ള പ്രൈവറ്റ് കോളേജസ് ചിലതൊക്കെ കയറി വരുന്നുണ്ട്, അല്ലാത്തതും കയറി വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ചില കോളേജുകളുണ്ട്. അങ്ങനെ കുറച്ച് കോളേജുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സാർ, അതോടൊപ്പം ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഒക്കെ ഒന്ന് മാറുന്നു എന്ന്. സാർ, അത് എത്ര മാത്രം യൂസ്ഫുൾ ആകും? എന്താണ് ആക്ച്വലി ഇവിടെ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് ആണ് സിലബസ് അപ്ഡേഷനെ കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ചകളൊക്കെ വന്നു. അപ്പോൾ ഇലക്റ്റീവ്സ് ആക്ച്വലി അത് ചെയ്യേണ്ടത്, ഇലക്റ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സിലബസ് ഇൻഡസ്ട്രിയിലുള്ളവരെ കൊണ്ടാണ് ഡിസൈൻ ചെയ്യിപ്പിക്കേണ്ടതും. ഇൻഡസ്ട്രിയിലുള്ളവർ വേണം അതിൻ്റെ ക്ലാസ്സുകൾ കോളേജിൽ കൊടുക്കാനും. അതാണ് ചെയ്യേണ്ടത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ അങ്ങനെയാണ് വേണ്ടത്. എന്തായാലും നമ്മൾ കാണുന്നത് 2 കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, അല്പം കൂടി മോർ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടും മോർ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടും. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് ആവശ്യമുള്ള 2 കാര്യം തന്നെയാണത്. ഫീൽഡുകൾ കൂടുതൽ ജോബ് ഓറിയൻറ്റഡ് ആകുക എന്നുള്ളതും കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആകുക എന്നുള്ളതും. അതിനകത്ത് 1-2 പ്രശ്നങ്ങളും പറയുന്നത് കേട്ടു. ഒന്ന്, മാത്തമാറ്റിക്സിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ക്രെഡിറ്റ്സ് 16-ൽ നിന്ന് 12 കുറയ്ക്കുന്നു എന്ന് കണ്ടു. അതുപോലെ കോർ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റും അല്പം കുറയ്ക്കുന്നു, അങ്ങനെ ഒരു ന്യൂസ് കണ്ടു. പിന്നെ ഒരു കാര്യം കണ്ടത്, ഈ വർഷം പൂർണ്ണമായിട്ട്, അതായത് 7ാമത്തെ 8ാമത്തെ സെമസ്റ്റർ പൂർണ്ണമായിട്ടും ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഉപയോഗിക്കാം. അത് കുട്ടികളെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇൻറ്റേൺഷിപ്പിന് പോകുന്ന കമ്പനി നമ്മുടെ പെർഫോമൻസ് നല്ലതാണ്, നമുക്ക് ആ കമ്പനി ആവശ്യപ്പെടുന്ന സ്കിൽ സെറ്റ്സ് നമുക്കുണ്ടെങ്കിൽ അവർ നമ്മളെ ഹയർ ചെയ്യും. അപ്പോൾ അവിടെ കമ്പനിക്കും ബെനിഫിറ്റ് ആകാം. ഒരു കമ്പനി ഒരു ഫ്രഷായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരും. അതേസമയം ഇൻറ്റേൺഷിപ്പ് 1 വർഷം അവിടെ ചെയ്യുമ്പം അതും ഒഴിവായി കിട്ടാം. അതുകൊണ്ട് നമുക്ക് അവിടെ പ്ലേസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്, കമ്പനിക്കും ലാഭകരമാണ്. അപ്പോൾ നമുക്ക് ആ കമ്പനികൾ ഇപ്പോൾ ഇങ്ങനെയുള്ള സിലബസുകൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ സിലബസ് ഇപ്പോൾ ഗൂഗിളോ പോലെയുള്ള കമ്പനികളെ നമ്മൾ കാണിക്കുക. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ കുട്ടികൾ പോകുന്നത് ഇൻഡസ്ട്രിയിലേക്കാണ്. അവിടെയാണ് ഒരു പ്ലേസ്ഡ് ആവേണ്ടത്. ഇൻഡസ്ട്രി എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ആയിരിക്കും ഫോം ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നു. ഇനി അതല്ല, ഈ 1 വർഷം ഇൻറ്റേൺഷിപ്പിന് പോകുന്നില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ അഡീഷണൽ സ്കിൽസ് ലേൺ ചെയ്യാൻ വേണ്ടി, അത് ഓൺലൈൻ പ്രോഗ്രാം ക്രെഡിറ്റ്സ് കിട്ടാൻ വേണ്ടി ഓൺലൈൻ പ്രോഗ്രാമുകൾ ചെയ്താൽ മതിയാകും. അപ്പോൾ അത് ഏത് ബ്രാഞ്ചിലാണെങ്കിലും, അത് കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനൊക്കെ വലിയ പ്രാധാന്യം വരുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു അപ്ഡേഷൻ ഉണ്ടാകണം. അപ്പോൾ 1 ഇയർ ഓൺലൈൻ കോഴ്സുകൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന അഡീഷണൽ ക്രെഡിറ്റ്സ് നേടാം, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇൻഡസ്ട്രി ആയിട്ടുള്ള റിലേഷൻ കൂട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെല്ലാം എഴുതുന്ന രീതിയാണ്. ഇൻറ്റേൺഷിപ്പാണ്, പ്രോജക്റ്റാണല്ലോ, എല്ലാം എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള, അതിന് പകരം അത് ഹാൻഡ്സ് ഓൺ നമ്മളത് ചെയ്യുന്ന ഒരു രീതിയും പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആ രീതിയിൽ ഉള്ള കാര്യം, പ്രോബ്ലം സോൾവിങ് എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ വരും. അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പുതിയ കാലത്തിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും സിലബസ് മാറുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം, വളരെ പോസിറ്റീവായി. പ്രത്യേകിച്ച് EV ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. പഴയ സിലബസിൽ അതൊന്നും ഉൾപ്പെടുത്തിയില്ല. ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. അതായത് കഴിഞ്ഞ സിലബസ് പഠിച്ച കുട്ടികൾ പുറത്തിറങ്ങിയപ്പോൾ അവർ വർക്ക് ചെയ്യേണ്ടി വന്ന മേഖല EV ആയിരുന്നു. അപ്പോൾ നമ്മൾ EV ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയെങ്കിൽ മറ്റ് അടുത്ത ഒരു തലത്തിലുള്ള ചേഞ്ചസ് വരുമ്പം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനാവുള്ളൂ. കീമിന് വേണ്ടി പഠിക്കുന്ന, സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്.
അവരുടെ ഒത്തിരി കൺഫ്യൂഷൻസിനുള്ള ആൻസറാണ് ഈ ഒരു ഡിസ്കഷനോടെ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സർ, ഈ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അറിയുകയാണ് എങ്കിൽ അവർക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അവർ പ്ലേസ്ഡ് ആവാനുള്ള സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവർക്ക് കിട്ടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.